അടുത്ത പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോവുകയാണ്. നാണം കെട്ട് മാനം കെട്ട് സർവ്വവിധ ചതിപ്രയോഗങ്ങളും നടത്തിയിട്ടായിരിക്കും വോട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തുക BJP-ക്കാർ. നരേന്ദ്രമോദിയും അമിത്ഷായും നദ്ദയും അടക്കമുള്ള ആളുകൾ, കുറെ ശിങ്കിടി പാടാൻ ഇവിടെയും കുറച്ച് ആൾക്കാരുണ്ട്. അവർ കാണിക്കുന്ന ചതി, അവർ കാണിക്കുന്ന വഞ്ചന, നാടൻ ഭാഷ പറഞ്ഞാൽ അവരുടെ തരികെട്ട ബിസിനസ്, അത് എന്താണെന്നുള്ളതിൻ്റെ ഒരു സൂചന ഞാൻ നിങ്ങൾക്ക് തരട്ടെ. ഒരു സൂചന കേട്ടുകൊള്ളുക. നമസ്കാരം. നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ചണ്ഡീഗഡിലെ മേയർ, ചണ്ഡീഗഡ് അവിടുത്തെ മേയർ കുൽദീപ് കുമാറാണ്. കുൽദീപ് കുമാർ അവിടെ വലിയൊരു അട്ടിമറി നടന്നു. അവിടെ മേയറായിട്ടിരിക്കുന്ന ആളെ മറ്റെല്ലാവരും കൂടി താങ്ങിപ്പിടിച്ച് എല്ലാ വിധത്തിലുള്ള കള്ളത്തരങ്ങളും കാണിച്ച് ഈ കുൽദീപ് നയ്യാറെ ചവിട്ടി പുറത്താക്കിയിട്ട് കയറ്റി വെച്ചതാണ്. കുൽദീപ് കുമാർ കേസ് കൊടുത്തു. സുപ്രീം കോടതി വരെ എത്തേണ്ടി വന്നു. ഏതായാലും അവസാനം ഇന്ത്യ സഖ്യത്തിന്റെ വിജയമെന്ന് പറയാം, ചണ്ഡീഗഡിലെ ജനങ്ങളുടെ വിജയമെന്ന് പറയാം. അദ്ദേഹത്തെ തിരിച്ച് വീണ്ടും അവിടുത്തെ മേയർ ആവാൻ പറ്റിയെന്ന് സാരം. ചണ്ഡീഗഡ് മേയർ ആവാൻ പറ്റിയെന്ന് സാരം. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? ഒരുമിച്ച് നിന്നാൽ, ആത്മവിശ്വാസത്തോടുകൂടി സഹകരണ മനോഭാവത്തോടെ നിന്നു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം BJP-യെ പറപ്പിച്ചു കളയും. ഇപ്പൊ തന്നെ BJP ഇവിടെ ഭരിക്കുന്നത് 30% ബലത്തിലാണ്. 35%, 40, 45, 50, 55, 60 ഒന്നുമല്ല, 30%. 70% ആളുകളും BJP-ക്ക് എതിരാണ്. പക്ഷെ അവർക്ക് ഒത്തു നിൽക്കാനൊരു വേദിയില്ലാതെ പോയി എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നടന്ന സംഭവം, ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഇവിടുത്തെ തിരിച്ചും മറിച്ചും അടികിട്ടിയിരിക്കുകയാണ്. എല്ലാ കൂട്ടമുള്ള കള്ളത്തരങ്ങൾ അവർ കാണിച്ചു. റിട്ടേണിംഗ് ഓഫീസർ അസാധുവാക്കിയിട്ടുള്ള 8 ബാലറ്റ് പേപ്പറുകൾ ഈ പറഞ്ഞ കുൽദീപ് കുമാറിനെ മേയർ സ്ഥാനത്തേക്ക് കയറാൻ വിഘാതം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് 8 ബാലറ്റ് പേപ്പറുകൾ അദ്ദേഹം അസാധുവാക്കി കളഞ്ഞു. അതങ്ങനെയാണ്. അവിടെ മഷി വരേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ അവർക്കെന്തോ ചെയ്യാമല്ലോ, റിട്ടേണിംഗ് ഓഫീസർക്ക് ചെയ്യാമല്ലോ. ഏതായാലും ആ 8 ബാലറ്റ് പേപ്പറുകളും എണ്ണി ഫലം പ്രഖ്യാപിക്കണം. കോടതികൾ മാറി സുപ്രീം കോടതി ഉത്തരവിട്ടതോട് കൂടിയിട്ട് ആം ആദ്മി പാർട്ടിയുടെ കുൽദീപ് കുമാർ മേയറാവും എന്നുള്ള കാര്യം ഉറപ്പായി. ഈ 8 വോട്ടുകളും സാധുവായിരുന്നു. ആലോചിച്ച് നോക്കണം. ഇതാണ് നാളെ മറ്റുള്ള സ്ഥലത്തും സംഭവിക്കാൻ പോകുന്നത്. BJP-ക്കാർ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. ഏതെല്ലാം വിധത്തിൽ തരികടകൾ കാണിച്ച് ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ അവർ സമ്പാദിച്ചു കൂട്ടിയത്, ഭരണം കയ്യിലുള്ള സമയത്ത് സമ്പാദിച്ചു കൂട്ടേണ്ടതായ മിത്രങ്ങളെ, രണ്ടാമത് ഭരണം കിട്ടണ്ടേ. പക്ഷെ അവർ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ളത് മുഴുവൻ ശത്രുക്കളെയാണ്. അത് വരാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ കാണുന്ന കാഴ്ചകൾ, TV-യിൽ കാണുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ ഓപ്പൺ മീഡിയയിൽ കാണുന്ന കാഴ്ചകളല്ല സത്യങ്ങൾ. അതെല്ലാം പല സമ്മർദ്ദത്തിൻ്റെ പേരിലും ഭയത്തിൻ്റെ പേരിലും മടിയിൽ കനമുള്ളതിൻ്റെ പേരിലൊക്കെ പലരും ഇളിച്ചു കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ഉള്ളിൽ കടുത്ത പകയുള്ളവർ പോലും BJP എന്നും പറഞ്ഞ് ജയ് വിളിച്ച് നടക്കുകയാണ്. ഗതിയില്ലാത്തതുകൊണ്ടാണ്, ഗതി കെട്ടതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഏതായാലും റിട്ടേണിംഗ് ഓഫീസർക്ക് അയാളുടെ സ്ഥാനം പോകും. സുപ്രീം കോടതിയാണ് അത് എണ്ണി നോക്കാൻ പറഞ്ഞു. എണ്ണി നോക്കിയ സമയത്ത് കാണുന്നത് ആ 8 ബാലറ്റ് പേപ്പറുകളും അസാധുവല്ല, സാധുവാണ്. ഇതെല്ലാം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ആം ആദ്മി സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിനാണ്. അപ്പൊ കുൽദീപ് കുമാറിന്റെ 8 എണ്ണം കണക്ക് നോക്കിയ സമയത്ത് 8 എണ്ണം 9 എണ്ണമാണ് അയാൾക്ക് സ്ഥാനത്തിൽ കൂടുതൽ നിൽക്കുന്നത്. അതിൽ 8 എണ്ണം പിൻവലിച്ചു കഴിഞ്ഞാൽ അയാളുടെ എതിർ സ്ഥാനാർത്ഥിയാണ് അവിടെ മേയറാക്കി വെച്ചിട്ടുള്ളത്. അയാൾക്ക് അവിടെ തുടരാൻ പറ്റും.
അപ്പം അതിന് 8 എണ്ണം പിൻവലിച്ചു, അസാധു എന്ന് പറഞ്ഞു. അതോടുകൂടി കുൽദീപ് കുമാർ തോറ്റു. അതിൽ എതിരാളി ജയിച്ചു. കേസ് നീണ്ടു പോയിട്ട് സുപ്രീം കോടതിയിൽ എത്തിയ സമയത്ത് ആ 8 ബാലറ്റ് പേപ്പറും അവർ പരിശോധിച്ചപ്പോൾ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആ 8 പേപ്പറും 8 ബാലറ്റ് പേപ്പറും എണ്ണാൻ പറഞ്ഞു. എണ്ണി നോക്കിയ സമയത്ത് കുൽദീപ് കുമാർ തന്നെ അവിടെ മേയറായിട്ട് വന്നിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, നമ്മളെപ്പോഴും കേൾക്കുന്നൊരു പേരാണ് DY ചന്ദ്രചൂഡ്, ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള 3 അംഗ ബെഞ്ച് ബാലറ്റ് പരിശോധനയ്ക്ക് ശേഷം തീർപ്പ് കൽപ്പിച്ചു. ബാലറ്റിൽ കൃത്രിമം നടത്തിയ വരണാധികാരി അനിൽ മസീഹയ്ക്കെതിരെ കോടതി അലക്ഷ്യത്തിന് നടപടിയെടുക്കാൻ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി രജിസ്ട്രാറോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അതോറിറ്റിയാണ്, വഞ്ചനാക്കുറ്റാണ് ചെയ്തിട്ടുള്ളത്, ചതിയാണ് ചെയ്തിട്ടുള്ളത്. ആയതുകൊണ്ട് അയാളുടെ എതിരെ നടപടി കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, സന്തോഷമായി സുഖമായിട്ട് വിശ്രമിക്കൂ. എവിടെ? വീട്ടിൽ. അതാ പിന്നെ ഇപ്പം BJP ആണ് ഭരിക്കുന്നത്, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അട്ടിമറിയിലൂടെ ചണ്ഡീഗഡ് മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട BJP അംഗം മനോജ് സോങ്കർ, അയാളാണ് മേയറാക്കി വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് രാജിവെച്ചിരുന്നു. ആൾക്ക് മനസ്സിലായി, അവിടെ എത്തിയപ്പോൾ മനസ്സിലായി കള്ളത്തരം പിടിക്കുമല്ലോ. അസാധുവല്ലാത്ത സാധുവായിട്ടുള്ള 8 ബാലറ്റ് പേപ്പർ കത്തിച്ചു കളഞ്ഞില്ല എന്ന് മാത്രം, അത് പറ്റില്ലല്ലോ, അല്ലെങ്കിൽ പണ്ടൊക്കെ അത് കത്തിച്ചും കളഞ്ഞാൽ. അപ്പോൾ സുപ്രീം കോടതിയിൽ കാര്യം എത്തിയോടുകൂടി അയാൾക്ക് കാര്യം മനസ്സിലായി, അയാൾ നേരത്തെ രാജിവെച്ചു. മേയർ തെരഞ്ഞെടുപ്പിനെതിരായിട്ടുള്ള ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ഈ രാജി. അതിനിടെ ഭരണം തിരിച്ചുപിടിക്കാൻ 3 AAP കൗൺസിലർമാരെ BJP ചാക്കിട്ട് പിടിച്ചിരുന്നു. എല്ലായിടത്തും നടക്കുന്നത്, എല്ലായിടത്തും. ഞാനിവിടെ പറയാൻ പോകുന്നൊരു കാര്യമുണ്ട്. കുറേ സൂപ്പർ സ്റ്റാറുകൾ BJPയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ BJPയിലേക്ക് അശോക് ചവാൻ അടക്കമുള്ള BJPയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും അത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും തത്വചിന്താപരമായിട്ടുള്ള ശരിയല്ലായ്മകൾ കണ്ട് ഇന്നത്തെ ഇന്ത്യയുടെ മേൽഗതിക്ക് അനുരൂപമായിട്ട് വർത്തിക്കുന്നത് അത് ഹിന്ദുത്വവാദമാണെന്ന് കണ്ടെടുത്ത് ചാടിയൊന്നല്ല, കേസ് തീരാൻ വേണ്ടിയിട്ട്, കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വലിയൊരു ചരിത്രം ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്നോ നാളെ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇവിടെ യാതൊരു വിധത്തിലുള്ള എത്തിക്സും ഇല്ല, യാതൊരു വാല്യൂ ഇല്ല. തേക്കുംകാട്ടിൽ നിൽക്കുന്ന പണ്ട്, ഇന്ന് അങ്ങനെയുള്ള സ്ത്രീകളൊന്നുമില്ല. പണ്ട് തേക്കുംകാട്ടിൽ നിൽക്കുന്ന ലൈംഗിക തൊഴിലാളികൾ, പണ്ട് വേശ്യകളെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അവരാരും വിളിച്ച് ഞങ്ങളെ വിളിക്കണം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടും. ഇങ്ങനെയുള്ള കുറേ ലമ്പടന്മാരുണ്ടായിരുന്നു. ഇതുപോലെയാണ് ഇവിടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് 3 AAP കൗൺസിലർമാരെ BJP ചാക്കിട്ട് പിടിച്ചു പോലെ. നാണക്കേടല്ലേ വാസ്തവത്തിൽ? ഇവരെയൊക്കെ എങ്ങനെയാണ് മനുഷ്യന്മാരെ മുഖത്ത് നോക്കുന്നത്? തമിഴ്നാട്ടിലൊക്കെ നല്ല ചുട്ട പെട കിട്ടും, കേരളത്തിലാണെങ്കിലും ചിലപ്പോൾ കിട്ടിയെന്ന് വരും, പറയാൻ പറ്റില്ല. വല്ല കീലൊഴിക്കുക ടാറൊഴിക്കുകയും ചിലപ്പോൾ ചെയ്തു എന്ന് വരും. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഇട്ടുത്ത് ചേട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ അതിനകത്ത് ചില വാല്യൂസും എത്തിക്സും വെച്ചിട്ടാണ് അങ്ങോട്ടും ചാടിയിട്ടുള്ളത്. ഇതിപ്പോൾ അതല്ല. ഒരു ചാക്ക് കാണിച്ചാൽ ചാക്കിനകത്ത് കണ്ട അതിനകത്ത് കുറച്ച് നോട്ടും കെട്ടുണ്ട് കഴിഞ്ഞാൽ അതിനകത്ത് കയറി ഒളിക്കാൻ തയ്യാറാണ്. ആ ചാക്ക് കൊണ്ട് അവർ പോവുകയും ചെയ്യും. മേയർ തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നതായിട്ട് സുപ്രീം കോടതി കഴിഞ്ഞ വർഷം അത് നിരീക്ഷിച്ചിരുന്നു. ബാലറ്റ് പേപ്പറിൽ ക്രമക്കേട് നടത്തിയ പ്രിസൈഡിംഗ് ഓഫീസർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട കോടതി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കുറച്ചൊരു ആശ്വസിക്കാൻ ആകെ കൂടിയുള്ളത്, നമുക്ക് പണ്ടൊക്കെ ആശ്വസിക്കാനുണ്ടായിരുന്ന ആരാണ്? നേതാക്കന്മാരാണ്. നമുക്കൊരു വിഷമം വരുമ്പോൾ എന്താ പറയുക, തമിഴ്നാട്ടിലേക്ക് തലൈവരെ അടുത്തേക്കാണ് പോവുക. നാട്ടിലെ തലൈവർക്ക് വലിയ നിലയും വരെയാണ് അവർക്ക്. തലൈവരെ കടവള പോലെയാണ് കാണുന്നത് പോലെ നമ്മളും കണ്ടിരുന്നു രാഷ്ട്രീയ നേതാക്കൾ. ഇന്നിപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ അവരെല്ലാവരും ഭയത്തോടു കൂടിയാണ് നോക്കുന്നത്, ചിലർ പുച്ഛത്തോടു കൂടിയാണ് നോക്കുന്നത്, പരിഹാസത്തോടു കൂടിയാണ് നോക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ്, മഹാത്മാഗാന്ധിയുടെ കാലത്തിലെ തിലകന്റെ കാലം, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ കാലം, കേരളത്തിലാണ് TP സീതാരാമൻ്റെ കാലം, അതുപോലെ രാമചന്ദ്ര അയ്യർ നിങ്ങൾ കണ്ട ആദ്യത്തെ ഇലക്ഷൻ കേസ് കൊടുത്തുള്ള രാമചന്ദ്ര അയ്യർ. ഇക്കണ്ടവാരിയുടെ തൃശ്ശൂകാരൻ പ്രധാനമന്ത്രിയായിരുന്നു. അത് പ്രധാനമന്ത്രി അവിടെ ഇല്ല, തിരുകൊച്ചി പ്രധാനമന്ത്രിയായിരുന്നു. അപ്പം അവരുടെ കാലഘട്ടത്തിലൊക്കെ VR കൃഷ്ണഎഴുത്തച്ഛൻ, അവരുടെ കാലഘട്ടത്തിലൊക്കെ വലുതായിട്ടുള്ള എത്തിക്സ്, അവരൊക്കെയും ഗാന്ധിയന്മാരായിരുന്നു. ഇന്ന് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, പറ്റാവുന്നിടത്തോളം വാരി പിടിക്കുക, പറ്റാവുന്നിടത്തോളം കപ്പിപ്പിടിക്കുക. ആ ഒരു എത്തിക്സ് ആയപ്പോൾ ആയാറാം ഗയാറാം ആൾക്കാരുടെ എണ്ണം കൂടി. അങ്ങനെ ഇതിലിവരുടെ ഈ ബാലറ്റ് പരിപാടിയിലൂടെ, തരികട പരിപാടിയിലൂടെ യഥാർത്ഥത്തിൽ ജയിക്കേണ്ടത് കുൽദീപ് കുമാർ ജയിക്കാതെ ഈ അവരുടെ ഏതോ മനോജ് ബംഗാറോ ഏതോ ഒരു മനോജ് സോങ്കർ അയാൾ ജയിക്കുന്നതായപ്പോൾ വീണ്ടും
വേറെ ചില പരിപാടികളായിട്ട് മറ്റേ എ പി കൗൺസിലർമാരെ BJPക്കാർ ചാക്കിട്ട് പിടിച്ചു. പൈസ കൊടുത്തിട്ട് മേയർ തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നതായിട്ട് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു. ഏതായാലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ അനുവദിക്കില്ലെന്നൊരു മുന്നറിയിപ്പ് സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പിൽ പിടിച്ചു നിൽക്കാൻ സുപ്രീം കോടതിക്ക് ബലമുണ്ടാവണേ ഭഗവാനെ എന്നേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. വേറൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അവിടെയുണ്ട്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അടക്കമുള്ള ആൾക്കാർ. ഇനി അവർ പോയി കഴിഞ്ഞാൽ അവർ നേരത്തെ കയറിയാരാ, അവരിറങ്ങി പോകുന്ന കാത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ആൾക്കാർ. അവിടെ കൊണ്ട് ആനസ്തനസ്തനാക്കാൻ അവർക്ക് പറ്റിയ ആളുകളെ. പിന്നെ പിന്നീട് ചാവി ഉണ്ടായിരിക്കും, അതിങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അത് തിരിച്ചു വെച്ച് അതങ്ങോട്ട് വീടുമ്പോൾ ചിരിക്കുന്ന പാവ കണ്ടിട്ടില്ലേ, ഇതുപോലെ പാവകളെ കൊണ്ടിരുത്തും അവിടെ. അതോടുകൂടി സുപ്രീം കോടതിയും ആ വാക്ക് ഞാൻ അവിടെ പറയുന്നില്ല, പറയാൻ പാടില്ലല്ലോ, കോടതി അലക്ഷ്യമായിട്ട് പോകും. എന്തായാലും ചണ്ഡീഗഡിൽ വീണ്ടും മേയർ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായിട്ട് ആം ആദ്മി കൗൺസിലർ കുൽദീപ് കുമാർ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇടക്കാല ഉത്തരവ് വിസമ്മതിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ കോൺഗ്രസ് AAP സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടും പ്രിസൈഡിംഗ് ഓഫീസർ ബാലറ്റ് പേപ്പറിൽ എളിപ്യത്തരം കാണിച്ചു എന്ന് പറഞ്ഞ ഹർജി അവിടെ ഉണ്ടായത്. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും അമ്പരപ്പിച്ചുകൊണ്ട് BJP അന്ന് ജയം നേടി. അംഗബലം നോക്കുമ്പോൾ ഇന്ത്യ സഖ്യം അനായാസം ജയിക്കേണ്ടതായിരുന്നു. ഇന്ത്യ സഖ്യത്തിന് എൻ്റെ വോട്ട് പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മസീഹ് അസാധുവായിട്ട് പ്രഖ്യാപിച്ചതാണ് നിർണായകമായത്. 35 അംഗ കോർപ്പറേഷനിൽ BJPക്ക് 14, AAPക്ക് 13, കോൺഗ്രസിന് 7, ശിരോമണി അകാദളിന് 1 കൗൺസിലർമാരാണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസുമായിട്ട് സഖ്യമായിട്ടാണ് AAP മത്സരിച്ചിട്ട്, എന്നിട്ടും തോറ്റതിൻ്റെ കാരണം മനസ്സിലായല്ലോ. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കള്ളത്തരവും വഞ്ചനയും മാത്രം കൈമുതലായിട്ടുള്ള മോഡി, അമിത്ഷാ, നദ്ദ, അവരുടെ പ്രസ്ഥാനമായിട്ടുള്ള BJP ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരെപ്പോഴും പറയുന്ന ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ജനങ്ങളുടെ മനസ്സിലൊരു ഒരു ധാരണ പടർത്തിയിരിക്കുകയാണ്. 400 സീറ്റ്. എത്ര സീറ്റാണ്? 325 മറ്റോ 325 മറ്റോ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ 325 സീറ്റ് വീണ്ടും ഞങ്ങൾ നിലനിർത്തുന്നില്ല, ഞങ്ങൾ 400 സീറ്റ് പിടിക്കും. എവിടെ നിന്നാണ് ഈ 400 സീറ്റ് പിടിക്കുന്നത്? തമിഴ്നാട്ടിൽ നിന്ന് സീറ്റ് കിട്ടില്ല, ഒരു സീറ്റ് പോലും കിട്ടില്ല. കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും കിട്ടില്ല. കർണാടകത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും കിട്ടില്ല. ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു സീറ്റ് പോലും കിട്ടില്ല. തെലങ്കാനയിൽ നിന്ന് ഒരു സീറ്റ് പോലും കിട്ടില്ല. ബംഗാളിൽ നിന്ന് ഒരു സീറ്റ് പോലും കിട്ടില്ല. ഇവരെവിടെ നിന്നാണ് ഈ 400 സീറ്റ് ഒപ്പിക്കുന്നു പറയുന്നത്? അതോ ഇവിടെ നിന്ന് ഇലക്ഷൻ വേണ്ട എന്നാണോ? അതോ ഇവിടുത്തെ ഇലക്ഷനൊക്കെ അവിടെ ഇരുന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണോ? ഇന്നത്തെ സ്ഥിതിയിൽ ഈ മോഡിക്ക ഗ്യാരണ്ടി എന്നുള്ളതിന് ഏറ്റവും കൂടുതൽ പുച്ഛിക്കുന്നത് ഇവിടെ ഇപ്പം നമ്മൾ LDFകാരുണ്ട്. പിണറായി വിജയൻ പ്രസംഗിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഗോവിന്ദ മാഷ് പ്രസംഗിക്കുന്ന സമയത്ത്, അപ്പുറത്ത് VD സതീശൻ അവർക്ക് പ്രസംഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റിങ്ങനെ എന്തായാലും പറയാം, മറ്റേ ഈ KPCC പ്രസിഡന്റ് സുധാകരൻ സംസാരിക്കുന്ന സമയത്തൊക്കെ ഒന്നോ ഞങ്ങൾ UDFകാർ അല്ലെങ്കിൽ ഞങ്ങൾ LDFകാർ ഇലക്ഷൻ ജയിച്ച് എന്നത് ചെയ്യും, ഞങ്ങൾ UDFകാർ ഇലക്ഷൻ ജയിച്ച് എന്നത് ചെയ്യുന്നു പറയുന്നതിന് പകരം മോഡിക്ക ഗ്യാരണ്ടി ഹേ. ആലോചിച്ച് നോക്കുക, ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ഏത് രീതിയിലാണ് പെരുമാറുന്നത്? ഹിറ്റ്ലറുടെ പോലെയാണ് പെരുമാറുന്നത്. മോഡിക്ക ഗ്യാരണ്ടി ചായക്കടക്കാരൻ്റെ അവിടെ ഈ ഗ്യാരണ്ടി കൊടുക്കാൻ പൈസ? മോഡിക്ക ഗ്യാരണ്ടിയെ എന്നോടൊരാൾ ഒരിക്കൽ ചോദിച്ചു, ഇപ്പോഴല്ല പണ്ട് ചോദിച്ചു, സ്വാമി BJPയിൽ നിൽക്കണം സ്വാമിജി. ഇപ്പോഴല്ല, സ്വാമി BJPയിൽ നിൽക്കണം സ്വാമിജി. പ്രമുഖനാണ് കേട്ടോ, പ്രമുഖനാണ്. ഡിബേറ്റിനേക്ക് വരും, ഇടയ്ക്ക് പിടിച്ച് പുറത്തള്ളി ഇപ്പോൾ വീണ്ടും അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഒരു വാരൂട്ടി, പേര് പറയില്ല. അന്ന് ഞാൻ പറഞ്ഞത് എന്നെ BJPയിൽ കൊണ്ട് ചേർത്തി വെച്ചോളൂ, ഞാൻ ചേർന്നു വെച്ചോളൂ, ഞാൻ ചേരാം, BJPയിൽ ഞാൻ ചേരാം. 24 മണിക്കൂർ എനിക്ക് അവിടെ ആയുസ് ഉണ്ടാവുള്ളൂ. കാരണം ഇതൊക്കെ കാണുമ്പോൾ മോഡിക്ക് ഗ്യാരണ്ടി, അപ്പം ഞാൻ രാജി കൊടുക്കും. മോഡി എന്നൊരു വ്യക്തിക്ക് എന്ത് ഗ്യാരണ്ടിയാണ് കൊടുക്കാൻ കഴിയുക? എന്താണ് BJPക്കാർ ഇദ്ദേഹത്തിന് ഈ വർത്താനം കേട്ട് എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നത്? ഇപ്പം അവിടെ കാണുന്ന എന്താ? One exalted donkey is leading
ഈ സൊസൈറ്റി ഹിസ് ലീഡിങ് BJP സൊസൈറ്റിയെ. Why remains are they're ordinary donkeys. They're running after. ഇതല്ലേ ഇവിടെ കാണുന്നത്? ഒരു ബുദ്ധിയുള്ള കഴുത മുമ്പിൽ, കുറെ ബുദ്ധി ഇല്ലാത്ത കഴുതകൾ, ഓർഡിനറി കഴുതകൾ പിമ്പിൽ. അതിന് പറഞ്ഞു മോഡി ഗ്യാരണ്ടി. അപ്പം എല്ലാവരും പറഞ്ഞു അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. ഞാനിവിടെ അത് ചെയ്യുമ്പോൾ ഞാൻ മല മറക്കിൻ്റെ മോഡി ഗ്യാരണ്ടി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. അപ്പം നമ്മളൊക്കെ ആരാ? ഈ നികുതി കൊടുക്കുന്ന നമ്മളൊക്കെ ആരാ? ആരാ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ വന്ന് മോഡിക്ക് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അടുത്ത മോഡിക്ക് ഗ്യാരണ്ടി, പിന്നെ മോഡിക്ക് ഗ്യാരണ്ടി. ഇതിൽ മനസ്സ് മെടുത്ത ആളുകൾ ഇന്ന് കേരളത്തിൽ പോലും ഉണ്ടെന്നുള്ളതാണ്. ഉത്തരേന്ത്യൻ തമ്പുരാക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ, സായിപ്പിനെ കണ്ടു കഴിഞ്ഞാൽ കവാത്ത് മറക്കെന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയ മുതലാളിമാരെ കണ്ട കവാത്ത് മറക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള അവിടെയാണ് ആണത്തോടുകൂടി നോക്കുക. 1965 മുതൽക്ക് എത്രയായി? 30 നൂറ്റാണ്ടായിട്ട് ഒരു ഉത്തരേന്ത്യൻ രാഷ്ട്രീയ മുതലാളിയും തൊട്ടു തക്കാൻ അനുവദിച്ചിട്ടില്ല തമിഴ്നാട്ടുകാർ. ദ്രാവിഡ രാഷ്ട്രീയം, അവരുടെ സ്വന്തം രാഷ്ട്രീയം, എന്താ അവർക്ക് ഇവിടെ നിലനിൽപ്പില്ലേ? അവർ മേലോട്ട് കുതിച്ചു ഉയർന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഏതായാലും കേരളത്തിൽ കുറച്ചുകൂടി പഠിക്കാനുണ്ട്. ഉത്തരേന്ത്യൻ മുതലാളിമാരെ കാണുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ മുട്ടുകാലിങ്ങനെ കൂട്ടിയിടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അവിടെ നമ്മൾ തോറ്റുപോവുകയാണ്. ഏതായാലും 30% മാത്രം വോട്ട് വാങ്ങിച്ച് അധികാരത്തിലിരിക്കുന്ന ആളുകളോട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ബാക്കിയെല്ലാം 70% ആൾക്കാരും വിഘടിച്ചു നിൽക്കുകയാണ്. ഇപ്പം ഇന്ത്യ INDIA എന്ന് പറഞ്ഞ ഒരു കോൺഫെഡറേഷൻ്റെ ഒപ്പം അവിടെ വാഗ്വാദങ്ങൾ ഉണ്ടായിരിക്കാം, അവിടെ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിരിക്കാം, പിണക്കങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അത് ജീവൻ മരണ പോരാട്ടമാണ്. ഈ വരുന്ന ഇലക്ഷൻ്റെ തലേ ദിവസമെങ്കിലും ഉറപ്പാണ്. അവിടെ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. മറ്റുള്ള കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ മറ്റുള്ള തൃണമൂൽ കോൺഗ്രസ് അതല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ കക്ഷിക്കാർ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ജീവിക്കണോ മരിക്കണോ? രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് ജീവിക്കണോ, രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് മരിക്കണോ? ഇനി ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ മരണമായിരിക്കും ബാക്കിയുള്ള കക്ഷികളുടെ. പിന്നെ വേറൊന്നും ഉണ്ടാവില്ല, അതന്നെ കേസ്. നമുക്കെല്ലാവർക്കും പോവാം. റോട്ടി കപ്പട മക്കൽ എവറിത്തിങ് ഈസ് ഫ്രീ. എവിടെ? ഉള്ളിൽ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മിണ്ടാതെ ഉരിയാടാതെ. അപ്പം സ്ഥലം മനസ്സിലായാലും എവിടെയാണെന്ന്. നമസ്കാരം.